SFI തന്നെയാണ് ഞങ്ങളുടെ മുഖ്യ എതിരാളികൾ. പേരാമ്പ്രയിൽ പോലീസിന് നേരെ UDF പ്രവർത്തകൻ സ്ഫോടക വസ്തു എറിഞ്ഞു വന്നത് പോലീസും CPM-ഉം ചേർന്നൊരുക്കിയ തിരക്കഥയാണെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ. ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് അതിക്രമം വഴിതിരിച്ചുവിടാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത്. CPM തിരക്കഥയിൽ പോലീസ് അഭിനയിക്കുകയാണ്. സംഭവ സ്ഥലത്ത് പോലീസ് കൊണ്ടുവന്നതല്ലാത്ത സ്ഫോടക വസ്തു ഉണ്ടോ എന്ന് പരിശോധിക്കണം. UDF പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിട്ടില്ലെന്നും K. പ്രവീൺകുമാർ പറഞ്ഞു. പേരാമ്പ്രയിലുണ്ടായ ഷാഫി പറമ്പിൽ MPക്ക് നേരെ ഉൾപ്പെടെയുള്ള UDF പ്രവർത്തകർക്കും നേതാക്കന്മാരുണ്ടായ പോലീസ് അതിക്രമത്തിന്റെ ഗതി തിരിച്ചുവിടാൻ പോലീസും CPM ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ഫോടക വസ്തു എന്നതിന്റെ വിഷ്വൽ ഉണ്ട് എന്നാണ് അതിന് പോലീസ് പറയുന്നത്. ആ സംഭവ സ്ഥലത്ത് പോലീസ് കൊണ്ടുവന്ന ഉപയോഗിച്ച സ്ഫോടക വസ്തു അല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഫോടക വസ്തു ഉണ്ടോ എന്ന് പോലീസ് തെളിയിക്കണം. പോലീസ് കൊണ്ടുവന്ന സ്ഫോടക വസ്തു അല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഫോടക വസ്തു ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം UDF ഏറ്റെടുക്കുക മാത്രമല്ല, അന്വേഷണം നടന്നോട്ടെ, കേസെടുത്തോട്ടെ, അറസ്റ്റ് ചെയ്യട്ടെ. പക്ഷെ ഉണ്ടാവണം. 4-ാം ദിവസമാണ് ഈ വിവരം പോലീസ് പുറത്തുവിടുന്നത്. ഇതാദ്യം പുറത്തുവിടുന്നത് ഒരു CPM നേതാവാണ്. സംഭവം നടന്ന് 3-ാം ദിവസം ഉന്നയിച്ച ഈ ആരോപണത്തിന്റെ തിരക്കഥയിൽ ഇപ്പോൾ പോലീസ് അഭിനയിക്കുകയാണ്. CPM തിരക്കഥയിൽ പോലീസ് അഭിനയം നടത്തുന്ന കാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശൂരിൽ ട്രെയിൻ യാത്രക്കാരൻ ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ഇന്റലിജൻസ് മേധാവി ADGP P. വിജയനാണ് റെയിൽവേ പോലീസ് SP ഷഹിൻ ഷായോട് റിപ്പോർട്ട് തേടിയത്. സംഭവത്തിൽ ശ്രീജിത്തിനെ ആദ്യം പരിചരിച്ച ഡോക്ടറുടെയും സുഹൃത്തിന്റെയും ആദ്യം കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴിയെടുത്തു. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് ആംബുലൻസ് എത്താൻ വൈകി